ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICT എൻട്രി മോഡൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഞാനൊരു എൻട്രി എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എൻട്രി എന്താണെങ്കിലും അടുത്ത വീഡിയോയിനകത്ത് ഞാനത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു USDനകത്ത് നിന്ന് നമുക്കൊരു എൻട്രി സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു എൻട്രി മോഡലിലാണ് ഈ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി ഞാൻ പേഴ്സണലി എടുത്തൊരു എൻട്രി ആയിരുന്നു. എൻ്റെ ഫണ്ടിങ് പിപ്സ് അക്കൗണ്ടിനകത്ത് ഞാൻ ഈ ഒരു എൻട്രി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ്. അത് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ് വരുന്നത്. 1:2 ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ എടുക്കാൻ പ്ലാൻ ആക്കിയിരുന്നത് എന്ന് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ഈ ഒരു ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളാദ്യം 1 hour ടൈം ഫ്രെയിമിൽ പോവുക. അത് ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റ് ആയിരുന്നു ഇന്നലെ. അപ്പം ഇന്നലെ തന്നെ നമ്മൾ ആ ഒരു ഹൈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 hourലാണ്. 1 hourലെന്ന് വെച്ചാൽ 1 hourൻ്റെ ഓരോ സ്വിംഗ് ലോയും സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പോയിൻ്റാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. 1 hour ക്യാൻഡിൽ തന്നെ ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 5 minute ക്യാൻഡിലേക്ക് പോവുക. 5 minute ക്യാൻഡിൽ ഇവിടെ ആയിട്ട് വരുന്നത്. 5 minute ക്യാൻഡിലിൻ്റെ സ്വീപ്പ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഇതാണ്. ദെൻ ഇത് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു BPR ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു കേസിൽ BPR നമുക്ക് ഉണ്ട്. ഇവിടെ ഇത് BPR ഉണ്ട്. ദെൻ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ BPR നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെയാണ് ഇന്നലത്തെ വീഡിയോനകത്ത് നമ്മൾ എൻട്രി മോഡലിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ BPR എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇവിടെ നോക്കുമ്പോൾ BPRും സപ്പോർട്ടീവായിട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മസ്റ്റാണ്. അതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ എവിടെ എൻട്രി എടുക്കും? നമ്മൾ ഇന്നലത്തെ മോഡൽ പ്രകാരം BPRൻ്റെ ഈ ഒരു സോണിൻ്റെ ലോയിലാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം BPR എന്താ പറയുക, എന്നാൽ ഒരു വലിയൊരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓർഡർ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരിക. ടെക്നിക്കലി നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു സ്റ്റോപ്പ് ലോസ് ആവും. അപ്പം അത്രയും തന്നെ മാർക്കറ്റ് അത്രയും 1:2 എന്ന് പറയുമ്പം ഒരുപാട് ദൂരെ വരും. അപ്പോൾ മാർക്കറ്റ് അത്രയും ട്രാവൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മേ ബി കുറച്ചിറങ്ങിയിട്ട് തിരിച്ച് കയറി പോവും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ BPRൽ എൻട്രി ഇവിടെ ഈ ലോയിൽ എൻട്രി എടുക്കുന്നതിന് പകരം ആ BPRൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി വരുന്നത്. അപ്പോൾ ആ ഫെയർ വാല്യൂ ഞാൻ കൺസിഡർ ചെയ്തതെന്ന് വെച്ചാൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഞാൻ എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, അതായത് 11.25ൻ്റെ ക്യാൻഡിലാണ് നമ്മുടെ BPRലേക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നമുക്കതൊരു ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഈ റേഞ്ചിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഒരു ലിക്വിഡിറ്റി ആയി മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു ഏരിയ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്വിംഗ് ഹൈൻ്റെ മുകളിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അത് ഓർക്കുക. ദെൻ 1:2 ആണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആ ഒരു ടാർഗറ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വന്ന് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിംഗിലോ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി പോയിൻ്റാണ് ആക്ച്വലി. ഇതൊക്കെ മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇവിടെയൊക്കെ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള പോയിൻറ്റ്സാണ് ഇതൊക്കെ. കാരണം വെച്ചാൽ ഇത് ലിക്വിഡിറ്റി പോയിൻ്റാണ്, ലിക്വിഡിറ്റി ഏരിയ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 1:2 വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ റീസെൻറ്റ് എന്താ പറയുക ഡ്രോൺ ലിക്വിഡിറ്റി നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. ടാർഗറ്റ് ഞാൻ പേഴ്സണലി വെച്ചിട്ടുണ്ടായത് 1:2 ആണ്. ഇതിപ്പോൾ 1:3.3 നമുക്ക് ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മൾ 1:2 വെച്ചിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ യൂറോ USD തന്നെ ഇന്നലെ രാത്രിയിലൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വൈകിട്ട്. അത് ന്യൂയോർക്ക് സെഷനിലൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ന്യൂയോർക്ക് സെഷനിലെ ട്രേഡ് എന്ന് പറയുന്നത് ഓക്കെ, ഇതൊരു ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റാണ്. അതായത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ദെൻ പ്രൈസ് വന്ന് അത് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. വൺസ് ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ 5 മിനിറ്റിനകത്തേക്ക് പോവുക. 5 മിനിറ്റിൽ പോയിട്ട് ഇതാണ് നമ്മൾ ആ ഒരു ഏരിയ വരുന്നത്. ഇതാണ് ലിക്വിഡിറ്റി പോയിൻ്റ് വരുന്നത്. ഇത് നമ്മൾ ഇന്നലെ രാവിലെ എടുത്ത ട്രേഡായിരുന്നു ഇത്. അത് കഴിഞ്ഞ് ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്ത സമയത്താണ് നമ്മൾ നെക്സ്റ്റ് എൻട്രിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അറൗണ്ട് ഒരു 7:30 PM വൈകിട്ട് 7:30 PM ആ ഒരു ഏരിയ എന്താ പറയുക സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ BPR ഉണ്ടോ ഇല്ലയോ നോക്കണം. അപ്പോൾ ഇവിടുത്തെ ഇതിനകത്ത് BPR അവൈലബിൾ ആണ് നമുക്കിവിടെ. ഓക്കെ, ഇവിടെ BPR ഉണ്ട്, ഉണ്ടോ? ഇത് BPR ആണ്. പിന്നെ അതുകൂടാതെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗാണ് ഈ ഒരു ലെഗ്. ഓക്കെ, ഈ ഒരു ഏരിയ മാനിപ്പുലേഷൻ ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ഏരിയ. ഈ ഒരു ഇങ്ങോട്ടേക്കുള്ളൊരു മൂവ്മെൻറ്റ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്. അപ്പോൾ അതിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് അവൈലബിൾ ആണ്. ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ BPR കൺഫേംഡ് ആണ്. നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ് ഈ ഒരു BPR. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു BPRനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് നോക്കും, മാർക്കറ്റ് പോയി. പിന്നെ അതുകൂടാതെ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്ട്രക്ചർ ഷിഫ്റ്റ്, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റാണ്. പിന്നെ നമുക്കൊരു മേജറായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മേജർ സ്ട്രക്ചർ ഷിഫ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ദെൻ മാർക്കറ്റ് ഈ ഒരു ലെവലിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരു എൻട്രി ഇട്ട് വെക്കുക. ഈ ഒരു എൻട്രി ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. കാരണം ഈ ഒരു ഏരിയക്ക് ലിക്വിഡേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിംഗ് ലോയിൻ്റെ താഴെയാണ്, റീസെൻറ്റ് സിംഗ് ലോയിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ടെക്നിക്കലി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ 1:2 ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ 1:2 ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതാണ് നമുക്കിവിടെ. 1:2 ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അച്ചീവ് ആയിട്ടുണ്ട്. കുറച്ച് ടൈം അധികം എടുത്തു എന്ന് മാത്രം. നമ്മൾ എൻട്രി എടുക്കുന്നത് 8:30ക്കാണ്. രാത്രി 8:30ക്കായിരുന്നു എൻട്രി എടുക്കുന്നത്.
1:30 എൻ്റെ നമ്മുടെ ടാർഗറ്റ് 1:2 ടാർഗറ്റ് അച്ചീവ് ആവുന്നത്. പക്ഷെ ഞാൻ 1:2 ടാർഗറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 12:30 12:30 ഒക്കെ ആകുമ്പോൾ ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാനുവലി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് എത്താൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ട്രേഡ് ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു ട്രേഡും കൂടി ഉണ്ടായിരുന്നു ഗോൾഡിൽ. അത് സ്റ്റോപ്പ് ലോസ് ആണ്. ആ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അതും ഞാൻ എടുത്ത എൻട്രി ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ടോട്ടൽ 3 എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 പ്രോഫിറ്റ് ആയിരുന്നു, 1 ലോസ്. ഗോൾഡിൽ നമ്മുടെ ആ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പം അത് ഒരു ലൂസിങ് ട്രേഡായിരുന്നു, സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്ന ആ ഒരു ട്രേഡിൽ. അത് ഇതൊരു 1 hourൽ ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റാണ്. അത് ഞാൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ പ്രൈസ് അവിടെ ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ദെൻ 5 മിനിറ്റകത്തേക്ക് പോയി. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ 5 മിനിറ്റിൽ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു. അറൗണ്ട് ഒരു 10:50 55 ആ ഒരു ഇന്ന് രാവിലെ 10:50 ആ ക്യാൻഡിൽ അവിടെ സ്വീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വീപ്പ് ചെയ്തു. ദെൻ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് BPR അവിടെ ഉണ്ടോ നോക്കണം. സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ റിലേറ്റഡ് ആയിട്ട് BPR ഉണ്ട് അവിടെ. ഇത് BPR ആണ്. ദെൻ നമുക്ക് ആ BPR സപ്പോർട്ടായിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിനകത്ത് ഒരു FEG ഉണ്ടോ നോക്കണം. ഇവിടെ FEG ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ BPR കൺസിഡർ ചെയ്യും. BPR ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അത് കഴിഞ്ഞ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ ഷിഫ്റ്റും കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ പ്രൈസ് BPRലേക്ക് റിട്ടേൺ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തു. നമ്മൾ ടെക്നിക്കലി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ തൊട്ട് മുകളിൽ പ്ലേസ് ചെയ്തു. 1:2 ആണ് നമ്മൾ ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 1:2 ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ട്. ഇവിടെ അറൗണ്ട് 1:1 ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും ആദ്യം വിചാരിച്ച വെച്ചാൽ 1:1 ഈ ഒരു ലെവലിലേക്ക് വന്ന് തിരിച്ചൊന്ന് റിട്ടേൺ പോയിട്ട് വീണ്ടും അഗെയിൻ ആ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് താഴേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ വന്ന് ദെൻ അഗെയിൻ റിട്ടേൺ പോയിട്ടുണ്ട്. അപ്പോൾ നോ ഇഷ്യൂ. നമ്മൾ ഇത്രയും എന്താ പറയുക അനാലിസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ നോ ഇഷ്യൂ. അപ്പോൾ അങ്ങനെ 3 ട്രേഡായിരുന്നു ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ക്രിപ്റ്റോ കറൻസിയിലും അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നലെ ബിറ്റ് കോയിനകത്തൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പേഴ്സണലി എടുത്തില്ല, ജസ്റ്റ് ഇന്നലെ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് ചെയ്തായിരുന്നു. ഈ ഒരു ഏരിയ ഇത് മാർക്കറ്റ് ഞാൻ ഇന്നലെ ഈ ഒരു സമയം നോക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഉണ്ടോ, 1 hourലാണ് നോക്കുന്നത്. ഈ ഒരു ഏരിയ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു. അപ്പം പ്രൈസ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആ ഒരു ഏരിയ അല്ല, ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ഏരിയ ആണ്. ദെൻ പ്രൈസ് ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ് സ്വീപ്പ് ചെയ്തു. ദെൻ 5 മിനിറ്റകത്തേക്ക് പോവുക. ഈ ഒരു ഏരിയ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് BPR അവൈലബിൾ ആണോ അല്ലയോ എന്നാണ്. ഇവിടെ BPR അവൈലബിൾ ആണ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ BPR സപ്പോർട്ടീവായിട്ട് നമുക്ക് FEG ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടോ നോക്കുക. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ പ്രൈസ് റിട്ടേൺ ടു BPRലേക്ക് പ്രൈസ് റിട്ടേൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുക.
ടെക്നിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയാണ്, അതായത് ഈ ഒരു ലെവലിൻ്റെ താഴെ. ഇതാണ് റീസെൻറ്റ് സ്വിംഗ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് വരിക. 1:2 ടാർഗറ്റ്. 1:2 ടാർഗറ്റ് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഡ്രോൺ ലിക്വിഡിറ്റി. റീസെൻറ്റ് ഡ്രോൺ ലിക്വിഡിറ്റി പറഞ്ഞാൽ ഇതൊക്കെ ലിക്വിഡിറ്റി പോയിൻ്റാണ്. ഇവിടേക്കൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ സ്ട്രാറ്റജി പറയാൻ 1:2 ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 1:2 ഇവിടെ എന്താ പറയുക, കൂളായിട്ട് അച്ചീവ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ അതേപോലെ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻട്രി പോയിൻ്റുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.